ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചെറിയ കഥ കേൾക്കാം. ഈ കഥ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നേക്കാം. അതുകൊണ്ട് ഈ കഥ ഫുള്ളായിട്ട് തന്നെ കേൾക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം 80 വയസ്സായ ഒരു വൃദ്ധൻ ഒരു സോഫയിൽ ഇരിക്കുകയായിരുന്നു. കൂടെ അദ്ദേഹത്തിൻ്റെ 40 വയസ്സുള്ള മകനും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാക്ക അവർ ഇരിക്കുന്ന ജനാലയുടെ അടുത്ത് വന്നിരുന്നു. ഇത് കണ്ട അച്ഛൻ മകനോട് ചോദിച്ചു, മകനെ അതെന്താണ് എന്ന്. അപ്പോൾ ആ മകൻ പറഞ്ഞു, അച്ഛാ, അതൊരു കാക്കയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും ചോദിച്ചു, മോനെ അതെന്താണ് എന്ന്. അപ്പോൾ ആ മകൻ പറഞ്ഞു, അച്ഛാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതൊരു കാക്കയാണെന്ന്. അച്ഛൻ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു, മോനെ അതെന്താണ്? ഇത് കേട്ട മകന് ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, അച്ഛാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതൊരു കാക്കയാണെന്ന്, എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? പാവം അച്ഛൻ കുറച്ചു സമയം മിണ്ടാതിരുന്നതിന് ശേഷം വീണ്ടും ചോദിച്ചു, മോനെ അതെന്താ എന്ന്. അപ്പോൾ ആ മകന് ദേഷ്യം വന്നു. 4ാമത്തെ തവണയും അച്ഛൻ ഇത് ചോദിച്ചപ്പോൾ ആ മകൻ ദേഷ്യത്തോടെ പറഞ്ഞു, എന്താണ് അച്ഛാ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതൊരു കാക്കയാണെന്ന്. അച്ഛാ, അച്ഛൻ എന്തിനാണ് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലേ എന്നൊക്കെ ചോദിച്ച് അച്ഛനോടവൻ ദേഷ്യപ്പെട്ടു. അപ്പോൾ ആ അച്ഛൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. പിന്നീട് ആ അച്ഛൻ തിരിച്ചു വരുന്നത് ഒരു ഡയറിയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. അച്ഛൻ ആ ഡയറി മറിച്ചു. അതിൽ നിന്നും ഒരു പേജ് എടുത്ത് മകന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇതൊന്ന് ഉറക്കെ വായിക്കാൻ. അങ്ങനെ മകൻ അത് വായിച്ചു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. കൂട്ടുകാരെ, ആ അച്ഛൻ ഡയറിക്കുള്ളിൽ എഴുതിയിരുന്നത് എന്താണെന്നല്ലേ? ഇന്ന് എൻ്റെ മകന് 3 വയസ്സ് തികഞ്ഞു. ഇന്ന് ഞാനും മകനും കൂടി ഒരു ജനാലയുടെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാക്ക അവിടെ വന്നിരുന്നു. ഇത് കണ്ട മകൻ എന്നോട് ചോദിച്ചു, അച്ഛാ, അതെന്താണച്ഛാ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മകനെ അതൊരു കാക്കയാണെന്ന്. 23 തവണ അവൻ എന്നോട് ചോദിച്ചു, അച്ഛാ അതെന്താണെന്ന്. 23 തവണയും ഞാൻ അവനോട് പറഞ്ഞു, മകനെ അതൊരു കാക്കയാണെന്ന്. അവന്റെ ഓരോ ചോദ്യവും സത്യത്തിൽ ഞാൻ ആസ്വദിച്ചു, സന്തോഷിച്ചു. കാരണം അവന്റെ ഓരോ ചോദ്യവും എനിക്ക് ദേഷ്യമോ ഇറിറ്റേഷനോ ഉണ്ടാക്കിയില്ല. എനിക്കവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. തൻ്റെ മകനോടുള്ള സ്നേഹത്തെയും വാത്സല്യത്തെയും കുറിച്ചാണ് ആ അച്ഛൻ ആ ഡയറിയിൽ കുറിച്ചിരുന്നത്. ഇതെല്ലാം വായിച്ചപ്പോൾ ആ മകന് വല്ലാത്ത കുറ്റബോധം തോന്നി. നമ്മുടെ പലരുടെയും അവസ്ഥയും ഇതുതന്നെയാണ്. നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മളെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്ത മാതാപിതാക്കൾക്ക് അവർക്ക് പ്രായമായി കഴിയുമ്പോൾ ആ സ്നേഹത്തിൻ്റെയോ പരിചരണത്തിൻ്റെയോ ഒരംശമെങ്കിലും അവർക്ക് നൽകാൻ കഴിയുന്നുണ്ടോ? ഈ ഒരു ചോദ്യം നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിച്ചു നോക്കുക. ഈ ഒരു ചെറുകഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ എഴുതുക. ബൈ ബൈ.